എന്നാ പിന്നെ ഇങ്ങനെ പറഞ്ഞല്ലേ തുടങ്ങുമ്പോൾ പറയുമല്ലോ എന്നോർത്ത് ഞാൻ പുള്ളിയുടെ മുഖത്ത് നോക്കി ഇരുന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരാൾ കരയും. അതുകൊണ്ട് അങ്ങനെ വേറെ ഒരു എല്ലാം കൂടെ ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്. പിന്നെ സിസ്റ്റർമാരിങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു, ആൺകുട്ടിയാകട്ടോ എന്ന് പറഞ്ഞു. അതിന് പറഞ്ഞു പിന്നെ സ്റ്റിച്ചിടുന്ന നൂലിങ്ങനെ പൊങ്ങി 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 പോകുന്നത് അത് കാണാമായിരുന്നു. എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ്. അവരെന്നെ തിരിച്ച് ടേബിളിൽ നിന്ന് സ്ട്രെച്ചറിലേക്ക് മാറ്റി പുറത്തിറക്കി. 9:45 ആയപ്പോഴാണ് കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ഒരു 10:15 ആയപ്പോഴത്തേക്കും ഇവരെയും കൂടെ കാണിച്ചു. എന്നിട്ട് അവിടുത്തെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പം പിന്നെ എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, ഓ സഡേഷൻ കൊണ്ട് വേദന അറിഞ്ഞില്ലല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് സഡേഷനും ഇല്ലായിരുന്നു. ഡോക്ടർ എനിക്ക് അതെന്താണോ എനിക്കറിയത്തില്ല, എനിക്ക് വേദനയില്ലായിരുന്നു. അപ്പം ഇതിനിടയ്ക്കെല്ലാം ട്രിപ്പ് ഇടുന്നുണ്ടായിരുന്നു, മാറി മാറി ട്രിപ്പ് ഇടുന്നുണ്ട്. യൂറിൻ്റെ അളവ് അവർ നോക്കും, എന്നിട്ട് എടുത്ത് കളയും. അങ്ങനെയൊക്കെ ആയിരുന്നു. 10:30 തൊട്ട് അവിടെ ഒബ്സർവേഷൻ റൂമിൽ വലിയൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3:30 കഴിയുമ്പോൾ കടുങ്കാപ്പി കൊടുത്തോളാം ഡോക്ടർ പറഞ്ഞിട്ട് പോകുന്നു ഞാൻ കേട്ടു. 3:30 ആകാൻ വേണ്ടി നോക്കിയിരിക്കുക. കാരണം എനിക്ക് വിശക്കുന്നു എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഇതിനിടയ്ക്ക് ഇവർ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ബ്ലീഡിങ് ഉണ്ടോ എന്ന് വന്ന് സിസ്റ്റർമാർ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിൽ സിസ്റ്റർമാരെല്ലാം നല്ല കെയറിങ് ആയിരുന്നു. അപ്പം അവർ വന്ന് നോക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞനെ ആണെങ്കിൽ ഞാൻ അപ്പോഴത്തെ വെപ്രാളത്തിൽ വലിയധികം കണ്ടൊന്നുമില്ല. ഇവനെ അവരവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പം ഇവൻ്റെ കാലും തലയും മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. സത്യം പറഞ്ഞാൽ കൊച്ചിനെയും കാണത്തില്ല. ഞാൻ പിന്നെ ഇങ്ങനെ കിടന്നൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് കാലിൻ്റെ മരപ്പിങ്ങനെ മാറാൻ തുടങ്ങി. അപ്പം മാറാൻ തുടങ്ങിയപ്പം എനിക്ക് നമ്മളെന്നാ ചെയ്തേക്കുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ വയറിങ്ങനെ വെട്ടിപ്പൊളന്ന് വെച്ചേക്കുക, അണങ്ങിയെല്ലാം കൂടെ അങ്ങനെയുള്ളൊരു പേടി നമുക്കുണ്ട്. ഞങ്ങനെ പറ്റുന്ന പോലെ അറിയാവുന്ന പോലെ ഇങ്ങനെ വയറെ തപ്പി നോക്കിയപ്പോൾ ശരിയാ വലിയൊരു ഒട്ടിയിരിങ്ങനെ നമുക്കറിയാൻ പറ്റും. ചെറുതായിട്ടൊരു എന്തോ ഒരു വേദനയോ എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് എന്നാലും ഉറങ്ങിക്കോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ തലവേദന വരുമെന്ന് പറഞ്ഞു. എവിടെ നമുക്ക് കൊണ്ട് ഉറക്കം വരുന്നു. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 3:30 ആയപ്പോഴത്തേക്കും ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് കാപ്പിയും ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവർ വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞിനുള്ള തുണിയും ടർക്കി. ഇതിനിടയ്ക്ക് ഓപ്പറേഷൻ നെറ്റിലേക്ക് അവർ ആകെ വാങ്ങിച്ചത് നമ്മുടെ കയ്യിൽ 2 വലിയ വെള്ളമുണ്ട്. അത് കുഞ്ഞിനെ കീറിയിട്ട് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മേടിച്ചത്. പിന്നെ 3:30 ആയപ്പം എനിക്ക് കടുങ്കാപ്പി തന്നു. ഞാൻ 2 ഗ്ലാസ് കടുങ്കാപ്പി പിടിച്ചു. പിന്നെയും അവരവിടെ പിടിച്ച് കിടത്തി ഇങ്ങനെ ചെരിച്ചിരുത്തിയിട്ട് ഇത് തന്നു. അതിനിപ്പം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് OP കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ജസ്റ്റ് വയറിൽ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് വേദനയുണ്ടോ എന്തെങ്കിലും ഇതുണ്ടോ ചോദിച്ചു. ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വേദന നന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റർമാരുടെ അടുത്ത് ഞാൻ മരുന്ന് കൊടുത്തേക്കാം, ഇഞ്ചക്ഷൻ മേടിച്ചോണമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാപ്പിയും തന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചില്ലേ എല്ലാം ഓക്കെ എല്ലാം ചോദിച്ചിട്ട് ഡോക്ടർ പോയി. ഇനി രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുവരെ കുഞ്ഞൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഒരു 2ാമത്തെ സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയപ്പോൾ തൊട്ട് വിദ്യ എന്നും പറഞ്ഞിട്ടൊരു നേഴ്സാണ് വന്നത്. അപ്പം ആ ചേച്ചി വന്നപ്പോൾ തൊട്ട് കുഞ്ഞനങ്ങ് യുദ്ധം തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് പാവം തോന്നി കേട്ടോ. കാരണം ഇവൻ രാത്രി മൊത്തം നിർത്താതെ കരച്ചിലായിരുന്നു. അതൊരു 8 മണിയായപ്പോൾ ഒന്ന് രാവിലെ ഒരു 5 മണി വരെ കുഞ്ഞിനെ കയ്യിൽ നിന്ന് നിലത്ത് വെക്കാണ്ട് കൊണ്ടു നടക്കുമായിരുന്നു. ഇവൻ അതുപോലെ കരച്ചിലും വഴക്കും ഒക്കെ ആയിരുന്നു. അപ്പം ആ സിസ്റ്റർ അതിനിടയ്ക്ക് എനിക്ക് കാപ്പി കൊണ്ടുത്തരും, എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. ഇവന് കിടന്നിട്ട് പാല് കുടിക്കുകയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 1 മണിക്ക് കഴിഞ്ഞിട്ടും രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഭയങ്കര വിഷമം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഇങ്ങനെ കട്ടിൽ പൊക്കി തന്നാൽ മതി, നമുക്ക് ഇരുന്ന് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പം പാല് കുടിക്കാൻ തുടങ്ങി. പക്ഷെ ആ ഇരുന്നിട്ട് ഇങ്ങനെ കട്ടിലേതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഏറ്റിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. കാരണം സ്റ്റിച്ച് എങ്ങനെയാ മുറിവ് എങ്ങനെയാന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് എഴുന്നേൽക്കുമ്പം സ്റ്റിച്ച് പൊട്ടിപ്പോവോ മുറിയുവോ അങ്ങനെ എന്തോ അങ്ങനെ ഒരു പേടി കൊണ്ടല്ല, അത് വേദന കൊണ്ടല്ല. എന്നിട്ട് പിന്നെ രാവിലെ 6 മണി ആയപ്പോഴത്തേക്കും സിസ്റ്റർ പറഞ്ഞു എഴുന്നേക്കണം, പല്ല് തേക്കണം, ബാത്റൂമിൽ പോകണമെന്ന്. അപ്പം എൻ്റെ കിളി പോയി. കാരണം സത്യം പറഞ്ഞാൽ വേദന കൊണ്ടല്ല, എഴുന്നേറ്റാൽ എന്തായിരിക്കും അവസ്ഥ. എല്ലാവരും പറഞ്ഞു അയ്യോ എഴുന്നേൽക്കുമ്പോൾ സ്വർഗം കാണും. ആ ഒരു ഫീല് നമ്മളോട് മറ്റുള്ളവർ പറയുന്ന വെച്ചിട്ടല്ലേ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ്
ആ സിസ്റ്റർ ഒരു കയ്യിൽ ഇവനെ പിടിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു കൈ തന്നു. ഞാൻ ആ സിസ്റ്ററിൻ്റെ കയ്യെ തൂങ്ങി പയ്യെ എഴുന്നേറ്റ് കട്ടിലേലിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേൻ്റെ തലേന്ന് നമ്മൾ ഫുഡ് കഴിച്ചല്ലേ, അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞപ്പോൾ ആ യൂറിൻ്റെ ട്യൂബ് ഇട്ടേക്കുന്നത് ഇങ്ങനെ അകത്തേക്ക് കൊണ്ടിട്ട് അതും വേദന എടുത്തു. അപ്പോഴത്തേക്കും എന്നാലും ഞാൻ എഴുന്നേറ്റ് പയ്യെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങി. സിസ്റ്റർ എനിക്ക് പറ്റിയല്ല, തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ പിടിച്ച് കിടത്തി. ഞങ്ങൾ 2-3 വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എനിക്ക് കസാര ഇട്ട് തന്നിട്ട് അതിലിരിക്കാൻ പറഞ്ഞു. എനിക്ക് വിശന്നിട്ട് മേലെ എനിക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്റർ അവിടെ ഇരുന്ന കാപ്പി തണുത്തു പോയായിരുന്നു. പിന്നെ റൂമിൽ പോയിട്ട് എനിക്ക് വേറെ കാപ്പി ഇട്ടോണ്ട് തന്നു. അങ്ങനെ 2 ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഏകദേശം തലകറക്കം ഒക്കെ ആയി. എനിക്ക് മറ്റേ പല്ലിയേക്കാനുള്ള പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്തു തന്നു. ഞാൻ തന്നെ നടന്ന് ബാത്റൂമിൽ പോയി പല്ലി വെച്ചിട്ട് തിരിച്ചറിഞ്ഞു വന്നു. കുഞ്ഞിന് പാലും കൊടുത്തു. എന്നിട്ട് സിസ്റ്റർ എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ നൈറ്റിയും കാര്യങ്ങളൊക്കെ ഇടിയിച്ചിട്ട് പിന്നെയും കട്ടിലേക്ക് കിടത്തി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു 8:30 ഡോക്ടർ വരും, അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചെറുതായിട്ടാണെങ്കിൽ എഴുന്നേക്കാൻ സപ്പോർട്ട് ചെയ്തു. ഡോക്ടർ വരുമ്പോൾ തന്നെ എഴുന്നേക്കണം, ഇല്ലേ വഴക്ക് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു എനിക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞാൽ ഈ യൂറിൻ്റെ ട്യൂബ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അകത്തേക്ക് ഇങ്ങനെ കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ വന്നപ്പോഴത്തേക്കും വേറെ അടുത്ത സിസ്റ്റർമാരുടെ ഡ്യൂട്ടിക്ക് വന്നു. അവരാദ്യം വന്നിട്ട് ഡോക്ടർ നോക്കിക്കഴിഞ്ഞിട്ട് യൂറിൻ്റെ ട്യൂബ് എടുത്തു തരും. അപ്പോഴത്തേക്കും ഞാൻ ഓക്കെ. പിന്നെ ഡോക്ടർ വന്നു നോക്കി വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെരിഞ്ഞ് തന്നെ എഴുന്നേറ്റു നടന്ന് അവിടെ ഒരു കസാര ഉണ്ടായിരുന്നു, അതിലിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീൽ ചെയറും കൊണ്ട് സിസ്റ്റർ വന്നു കഴിഞ്ഞ് വെളിയിൽ ചേട്ടായൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റൂമിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ആ റൂമിൽ വന്നപ്പോൾ തൊട്ട് ഇപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കിടക്കരുത്, ഒന്നല്ല ഇരിക്കണം, നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇരിക്കണം, മാക്സിമം നടക്കണം, എന്തിരി നടക്കുന്നോ അത്രയും പെട്ടെന്ന് മുറിവ് കരിയുമെന്ന് പറഞ്ഞു. അപ്പം ആ റൂമിൽ വന്നപ്പോൾ തൊട്ട് പിന്നെ നമുക്കിങ്ങനെ ഒരു തുണി ഇങ്ങനെ വയറയിൽ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് കെട്ടി അങ്ങനെയാണ് നമ്മളെ റൂമിലേക്ക് വിട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വയറിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബെൽറ്റ് പോലെ തന്നെ നന്നായിട്ടൊരു തുണി കെട്ടിയിട്ടാണ് വിട്ടത്. റൂമിൽ വന്നിട്ടും വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്ത് വളരെ ആഘോഷിച്ച് ഇരിക്കുമായിരുന്നു. പിന്നെ രാവിലെ റൂമിൽ വന്നു കഴിഞ്ഞാൽ അപ്പമോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചു. വൈകിട്ട് ചോറ് അങ്ങനെ എന്തെങ്കിലും 2 ദിവസത്തേക്ക് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചാൽ അത് മാത്രമേ ആകെപ്പാടെ പറഞ്ഞുള്ളൂ. പിന്നെ കിടക്കല്ലെന്ന് പറഞ്ഞു. അഥവാ അത്ര ക്ഷീണം തോന്നിയാൽ ഫുഡ് ഉച്ചയ്ക്ക് ചോറിട്ടിട്ട് 1 മണിക്കൂർ കിടന്നോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് കിടക്കാനുള്ള അങ്ങനെ ഒരു ക്ഷീണവും വന്നില്ല. ഇവനിപ്പോഴാണ് പിന്നെയും വഴക്കാളിയായത്. അവിടെ ആ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നപ്പം ശകലം പാൽ കുടിക്കും, അപ്പം തന്നെ ഉറങ്ങും, ആ ഒരു രീതിയായിരുന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാ പറയുന്നത്, അവരും പറഞ്ഞു കേട്ടോ സിസേറിയൻ കഴിഞ്ഞിട്ട് അതുവഴി ഓടിച്ചാടി നടക്കുന്ന ആദ്യത്തെ ആള് ഞാനാണ്. അതെ, ഞങ്ങളും പറഞ്ഞു എല്ലാവർക്കും കോമൺ ആയിരിക്കണമെന്നൊന്നുമില്ല. ചില ഡോക്ടർമാരുടെ ഓരോരുത്തരുടെ ശരീരം പോലെ അല്ലെങ്കിൽ വേദനയോട് എടുക്കുന്ന മൈൻഡ് കൊണ്ടായിരിക്കും. എനിക്കെന്തായാലും തമ്പുരാൻ അനുഗ്രഹം കൊണ്ട് ഇതുവരെ യാതൊരു കുഴപ്പമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം അവര് തുണി മാറ്റിയിട്ട് നമുക്ക് ബെൽറ്റ് ഇട്ട് തരാൻ തുടങ്ങി, ഇങ്ങനെ ബൈൻഡർ ഇട്ട് തരാൻ തുടങ്ങി. അപ്പോൾ രാവിലെ കുളിച്ചിട്ട് സിസ്റ്റർമാരുടെ അടുത്ത് പോകുമ്പോൾ ബൈൻഡർ ഇട്ട് തരും. പിറ്റേ ഡോക്ടർ വന്നു കഴിയുമ്പോൾ സ്റ്റിച്ച് നോക്കിയിട്ട് മുറിവൻ ഡ്രസ്സ് ചെയ്ത് ബൈൻഡർ ഇട്ട് തരും. പിന്നെ 5 ദിവസമായപ്പം ബുധനാഴ്ച സിസേറിയൻ ചെയ്തു, ഞായറാഴ്ച സ്റ്റിച്ച് എടുത്തു, ചൊവ്വാഴ്ച ഡിസ്ചാർജായി വീട്ടിൽ പോകും. ശുഭം. അതെ, ശുഭം. അപ്പം എല്ലാവരും പറയും നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിലും ഭയങ്കര പെയിനാണ്. അപ്പോൾ സിസേറിയൻ ചെയ്തവർ പറയും സിസേറിയനും അതിൻ്റെതായ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് സത്യം പറഞ്ഞാൽ സുഖപ്രസവം. അതെ, വേദന എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തുള്ളി പോലും അറിഞ്ഞില്ല കേട്ടോ. കാരണം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളു നീ എന്തിനാ പേടിക്കുന്നത്, നിന്നെ ഞാൻ വേദനിപ്പിക്കുവോ എന്ന് ചോദിച്ചു. ആ ഒരു വാക്ക് സത്യം പറഞ്ഞ അക്ഷരം പ്രതി ശരിയായിരുന്നു. ഞാൻ അപ്പൊ ഒക്കെ മനസ്സിലോർക്കും, പിന്നെ വയറ് ഇറങ്ങുമല്ലേ. എന്നിട്ട് ഞാനിങ്ങനെ രഹസ്യമായിട്ട് ചേട്ടായി കണ്ടാ വഴക്ക് പറയും, ഇങ്ങനെ സിസേറിയൻ എങ്ങനെയാ ചെയ്യുന്നുള്ള വീഡിയോ ഒക്കെ രഹസ്യമായിട്ട് എടുത്ത് കാണുമായിരുന്നു. അപ്പൊ ഞാൻ എത്ര വഴക്ക് പറഞ്ഞറിയോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ഫോണിനകത്ത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏതായാലും ഡോക്ടറെ കൊണ്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള രീതി മാത്രമേ ഡോക്ടർ ചെയ്യുള്ളൂ എന്ന് ഡോക്ടർ തന്നെ നമുക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പുള്ളി തന്നെത്താനെ ഡോക്ടർ ആകുക.
എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങൾ ചുമ്മാ സിസേറിന് ഇത് എങ്ങനെയാകട്ടോ, അയ്യോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാകട്ടോ സ്റ്റിച്ച് ഇടുന്നത്. പിന്നെ എന്നാ ഓരോ സിസേറിയൻ്റെ വകുപ്പുകൾ എന്ന് വെച്ചാൽ ഓരോ രീതികൾ വരെ പുള്ളി എന്നിട്ട് അളവ് നോക്കുക, വയറിൻ്റെ ഇവിടെയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ താഴെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ യു ഷേപ്പിലായിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം എന്നോട് വന്നിരുന്ന് പറയുക. ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ആ ഫോണ് തല്ലി പൊട്ടിച്ചോളി. നിങ്ങൾ ദൈവത്തെ ഈ ഫോണിലും കാര്യങ്ങളും ഒന്നും വലിയ കൂടുതൽ നോക്കാതിരിക്കുക. എല്ലാവർക്കും കോമൺ അല്ല ചെയ്യുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതി കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതും ശരിയാണ്. കാരണം ഓരോരുത്തർക്കും കോമണും അല്ല, ആരോടും എക്സ്പീരിയൻസ് ചോദിക്കുകയേ ചെയ്യണ്ട. എനിക്ക് വേദനയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് വേദന വരുമോ എല്ലാവർക്കും ഓരോ രീതിയായിരിക്കും. പക്ഷെ എനിക്കെന്തായാലും തുള്ളി പോലും വേദനിച്ചില്ല. ഒരു കൈമുറിയുന്ന പോലും വേദന എനിക്ക് ഇല്ലായിരുന്നു. അതിപ്പോ ചിലവർക്ക് ഇങ്ങനെ പനിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തുമ്മാനൊക്കെ ഭയങ്കര പാടാ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും അറിയില്ല. പിന്നെ നോർമൽ ഡോക്ടർ അതുപോലെ തന്നെ നമുക്ക് അത്ര നല്ല കെയറിങ് ഉള്ളത് കൊണ്ട് മാത്രം തന്നെ ഡോക്ടർമാരും നേഴ്സുമാരും പിന്നെ അവിടുത്തെ ഓഫീസിലെ ആൾക്കാരും എല്ലാം നമ്മളുടെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. നല്ല കെയറിങ് ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ നമ്മുടെ അടുത്തൊന്നല്ല, ഒരു എന്താ പറയുക, വളരെ ഒരു ആശുപത്രിയാന്ന് തോന്നത്തില്ല. നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഫുള്ളി. പിന്നെ ഞങ്ങള് മെയിനായിട്ടും ഇങ്ങോട്ട് ഇടുക്കിക്ക് പോരാത്തതിന്റെ മെയിൻ കാര്യവും അതന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ മാറ്റാൻ പറ്റില്ല. ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ പൈനാവിലെ മെഡിക്കൽ കോളേജ് മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ 7 മാസം ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞു പറ്റത്തില്ല, ഡോക്ടറിന്റെ അടുത്തുനിന്ന് ഞാൻ ഡോക്ടറിന്റെ അടുത്തുനിന്ന് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞുമാ വേണ്ടായിട്ട് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. ഉണ്ടായി കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങൾ ചോദിച്ചു, ഡിസ്ചാർജ് ആയിട്ട് ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ നമുക്ക് ഇച്ചിരി പതുക്കെയല്ലേ പോകാൻ പറ്റത്തുള്ളൂ, ഇത്രയും ദൂരം പോകണ്ടല്ലേ, എന്തിനാ പതുക്കുന്നത്, നോർമലി നിങ്ങൾ എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ പൊക്കോളാനാ പറഞ്ഞേ, സ്പീഡിൽ തന്നെ പോകണം, എന്തിനാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് അസുഖമല്ല എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം. ഇത് രോഗമോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. രോഗത്തിന് ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തേച്ച് നമ്മൾ പോകുന്നില്ല, അത്രയും ഇങ്ങനെ എന്താന്ന് വെച്ചാൽ താഴെ വീണ പൊട്ടിപ്പോകുന്നുള്ള രീതിയിലൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. നോർമലി നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് വെക്കോ. നിനക്ക് ഫുഡ് കഴിക്കണമെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ തോരനും സാധനങ്ങളും മാത്രത്തിൽ ഒതുക്കരുത്. നീ എന്ത് കഴിക്കുന്നോ അതെല്ലാം നിനക്ക് കഴിക്കാം. എന്ത് ഫുഡും വേണമെന്നുണ്ടെങ്കിൽ നീ അത് കഴിച്ചോ. എന്നോട് ഇഷ്ടമുള്ള എല്ലാ ഫുഡും കഴിക്കാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും അങ്ങനെ ഫുഡിൽ വേറെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ ചെല്ലണം നമ്മുടെ ബ്ലഡിന്റെ കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. 10 ദിവസം കഴിഞ്ഞ് ചെന്നു, കൗണ്ടും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. മുറിവും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. ഇപ്പം ഉള്ളിലെ മുറിവിന്റെ കാര്യം ഒരു 6 ആഴ്ച എടുക്കും നന്നായിട്ടാവാനെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ ചെറിയൊരു മരപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ചിലയിടത്തൂടൊക്കെ അവിടെ ഇവിടെയൊക്കെ വയറിന്റെ ചെറുഭാഗത്ത്. അപ്പം ചെയ്തതിന്റെ എന്തെങ്കിലും ആയിരിക്കും, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് അവിടെ ഇങ്ങനെ മുറിച്ച പാടുണ്ടോ എന്നൊന്ന് നോക്കൂ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒത്തിരി കട്ടിയായിട്ടല്ല, ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വരയുണ്ട് ഇങ്ങനെ. അല്ല വയറിന്റെ അടിയിലോ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തില്ലേ സ്റ്റിച്ചെടുത്തല്ല, സ്റ്റിച്ചെടുത്ത് കഴിഞ്ഞാണല്ലേ? ഓക്കെ. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്നെ കാണിച്ച് അങ്ങനല്ല, ഞാൻ എന്റെ മുറിവൊന്ന് നോക്കുവോ, എവിടെയാ ചെയ്തേക്കുന്നത് നോക്കുവോ. ഞാൻ നോക്കിട്ട് കാണാനില്ല. അങ്ങനല്ല ചേട്ടാ, ഞാൻ നോക്കത്തില്ല, എനിക്ക് പേടിയില്ല, എനിക്കൊന്നും കാണാൻ പറ്റിയായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല നോക്ക്, പഠിത്തിട്ടുണ്ടോന്ന് വല്ലതും അറിയത്തില്ലല്ലോ, നമ്മളിങ്ങനെ സോപ്പൊക്കെ ഇട്ട് കുളിക്കുന്നല്ലേ. വളരെ കഷ്ടപ്പെട്ട് ഞാൻ അങ്ങ് നോക്കി. ഞാൻ നോക്കിയപ്പോ ഇത് ചെറിയ പാട് മാത്രമേ ഉള്ളൂ. ചിലപ്പം വല്ല മെഡിസിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എടുത്തിരിക്കുന്ന മെഡിസിന്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പെട്ടെന്ന് മുറിവ് കൂടാനുള്ള ഒരു സെറ്റപ്പൊക്കെ. കാരണം വെച്ചാൽ ഒരു ചെറിയ നമുക്ക് എന്നാ ചെറിയ പോറല് വീണിട്ട് നമുക്കിങ്ങനെ ഒരു ഇന്നറിന്റെ ആ ഒരു ഇവിടെ വരുന്നിടം ഇങ്ങനെ അവിടെ എങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് അതിപ്പോ അറിയാൻ പോലും ഇല്ല. അതുപോലെ അത് കൂടി നന്നായിട്ട് കൂടി ഇങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞാൽ കാണാൻ പാടുപോലും ഇല്ല. പിന്നെ അത്യാവശ്യം കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോർമലി എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് വീഴുന്ന പാടുകൾ മാത്രമേ ഉള്ളൂ. സിസേറിയൻ ചെയ്തതിന്റെ ഒരു പാട് പോലും
സത്യം പറഞ്ഞാൽ കിടപ്പില്ല. സിസേറിയൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. അത് പുറത്ത് നിൽക്കുന്ന നമുക്ക് ഇങ്ങനെ പറയാം. അങ്ങനെയല്ല എൻ്റെ കാര്യം കേട്ടോ. ഇനി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം ദയവായിട്ട് ആരെങ്കിലും ഇനി സിസേറിയനൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഡെലിവറിക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരോടും അഭിപ്രായം ചോദിക്കാതിരിക്കുക. കാരണം അഭിപ്രായം എന്തായാലും ആരെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് ചോദിക്കുക. കാരണം എൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ അറിയാം. കാരണം എന്നെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച് ഞാൻ അതുപോലെ കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച ആശുപത്രി വരെ പോയത്. അയ്യോ അവരെന്നെ ഇങ്ങനെ വളയ്ക്കുമെന്ന്. അങ്ങനെ അതുപോലെ വേദന എടുക്കും, പേടിയായിരിക്കും. നമ്മൾ തന്നെയല്ലേ ഉള്ളു. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ പേടിയുള്ള ആരെങ്കിലും കേട്ടാൽ അവരുടെ BP കൂടുവോ, ടെൻഷനായിട്ട് എന്തെങ്കിലും വരുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. അപ്പം കൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരോടും ഒരഭിപ്രായം ചോദിക്കാതിരിക്കും. ചോദിക്കാന്നല്ല, ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ കൂടെ ഇരിക്കുക. നമ്മളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കും. നീ എന്നാ പ്രാർത്ഥിച്ചൊക്കെ അങ്ങ് പോവുക, കുഴപ്പമൊന്നും വരികയില്ല എന്നങ്ങ് വിശ്വസിച്ചങ്ങ് പോയിട്ടുണ്ടാ മതി. അല്ലെങ്കിൽ ആരോടും അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കും വേദന. ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഓരോരുത്തരും ഈ ഡെലിവറിയുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇട്ടേക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ ഓരോരുത്തർ എല്ലാവരും ഇങ്ങനെ കമന്റ് ചെയ്തേക്കുന്നുണ്ട്, അയ്യോ എനിക്കിങ്ങനെ വേദനയായിരുന്നു. അതൊക്കെ ഞാൻ തന്നെ എന്തെങ്കിലും കമന്റും കാര്യങ്ങളൊക്കെ നോക്കി എനിക്കത് എങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിച്ചു പോയതാ. ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും നോക്കരുത്. അതെ, എനിക്കോ അബദ്ധം പറ്റി കേട്ടോ. അല്ല, എനിക്കോ അബദ്ധം പറ്റി. അപ്പം നിങ്ങൾ വേറുള്ളവരുടെ അഭിപ്രായം ഒന്നും നോക്കല്ലേ. നിങ്ങൾക്ക് ചിലപ്പം വേറൊരു രീതിക്കായിരിക്കും എക്സ്പീരിയൻസ്. അപ്പം അതെന്താന്ന് വെച്ചാൽ സ്വയം അനുഭവിച്ചറിയുക. അതെവിടെ കുത്തി പറയുന്നത് തോന്നുന്നു. പിന്നെ ഇനി ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഡെലിവറിയുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞു. ഇനി ഇതിന്റെ പുറത്ത് ഞങ്ങൾ അനുഭവിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഇടയ്ക്ക് ഞങ്ങൾ വൈകിട്ട് അതുവഴി നടന്നൊക്കെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാവോന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി സിസ്റ്റർമാരോ ആരും കാണാതെ ഞങ്ങൾ ഒളിച്ചും ഭാഗത്ത് നിന്ന് 2-3 വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതെ, അതും നമ്മൾ ഇടുന്നതായിരിക്കും. ഇതിന്റെ കൂടെ അല്ല, ഒത്തിരി ലെങ്ത് ആയി പോവും. ഒട്ടും ലെങ്ത് ആയിട്ടില്ല കേട്ടോ, കുറച്ചായിട്ടുള്ളൂ. അല്ല, ഇതിന്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്താൽ ഒരുപാട് ലെങ്ത് ആയി പോവും. വേറൊരു വീഡിയോ ഇട്ട് കുഞ്ഞായിട്ട് ഇടുന്നതായിരിക്കും. അതെ, അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ 1 മന്ത് പൂർത്തിയായിരിക്കുന്ന ദിവസമാണ് കറക്റ്റ് അതേ ഡേറ്റ്, അതായത് 4-ാം തീയതി കൃത്യം. അപ്പോൾ ഈ ഡേറ്റിലല്ലോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഡേറ്റിലായിരിക്കത്തില്ല കേട്ടോ. എന്നാലും കറക്റ്റ് നമ്മൾ ഈ വീഡിയോ എടുത്തേക്കുന്നത് നവംബർ 4-നാണ്. ഒക്ടോബർ 4-നായിരുന്നു കുഞ്ഞ് ഉണ്ടായത്. അതെ, ഇനി വേറൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം.